ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ അടിപൊളി ടേസ്റ്റിലൊരു ഞണ്ട് ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ 1/2 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. നമുക്കതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഞണ്ടിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതൊരു 3 ചെറിയ പീസ് കൊടംപുളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ടുള്ള കൊടംപുളിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിട്ടുള്ള ഞണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇത് വേവിച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ ഞണ്ടൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വേവിച്ചിട്ടുള്ള ഞണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ സ്റ്റൈലിലുള്ള ഞണ്ട് ഫ്രൈ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും 3-4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഈ ഒരു രീതിയിൽ വഴറ്റി കിട്ടിയാൽ മാത്രം മതി. നമ്മളിതിലേക്ക് ഞണ്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞണ്ട് ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സവാളയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വഴന്ന് കിട്ടിയാൽ മതി എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഞണ്ട് ആ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അതിലുള്ള ഗ്രേവിയൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. അങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഈ ക്രാബൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങൾ ഞണ്ടൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്